ഹായ്. അപ്പോൾ ഇന്ന് പുനർജന്മം, മുജ്ജന്മം, ഇനി വരാനിരിക്കുന്ന ജന്മം, ഇത്തരം കാര്യങ്ങളെ പറ്റി സംസാരിക്കാം. ഇതൊരു വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു സബ്ജക്റ്റാണ്. ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ചിലപ്പോൾ പല ആൾക്കാരെയും ഒഫൻഡ് ചെയ്യാനും സാധ്യതയുണ്ട്. എനിക്കൊന്ന് ക്രിസ്ത്യൻ മുസ്ലിം മതങ്ങളിൽ അങ്ങനെ പുനർജന്മത്തെ പറ്റി വിശ്വസിക്കുന്നില്ല. അതാരെങ്കിലും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അയാളെ ഒഴിവാക്കണം എന്നുള്ള തരത്തിലുള്ള പ്രചാരണമൊക്കെ ഒരു ഓർഗനൈസ്ഡ് റിലീജിയൻ്റെ ഭാഗത്ത് നടക്കുന്നുണ്ട്. അതല്ലാതെ സ്വതന്ത്രമായ ചിന്തയോടുകൂടി ജീവിക്കുന്ന പലരും അതിനെയൊക്കെ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്, അതിൻ്റെ യാഥാർത്ഥ്യത്തെ മനസ്സിലാക്കുന്നവരുണ്ട്. ഈ പുനർജന്മം ഉണ്ട് എന്ന് പറയുമ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്യാം, എന്താണ് പുനർജനിക്കുന്നത്? നിങ്ങളിപ്പോൾ ഒരു മനുഷ്യനായിട്ട് ജീവിച്ചു, ഒരു ലൈഫ് ടൈമിലൂടെ കടന്നുപോയി, നിങ്ങൾ മരിക്കുകയാണ്. മരിച്ചു കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങളുടെ എന്താണ് ഈ പുനർജനിക്കുന്നത്? നിങ്ങളുടെ ചിന്തകളാണോ? പക്ഷേ ആ ചിന്തകളാണോ നിങ്ങൾ? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആ ചിന്തകളാണെന്നുള്ള ധാരണ എനിക്കില്ല എന്തായാലും. നോക്കൂ, രമണ മഹർഷി തന്നെ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ഉള്ളിൽ ഒരു ഫീലിംഗ് ഉണ്ട്, ഞാനെന്ന് പറയുന്ന ഫീലിംഗ്, നമ്മുടെ കർത്തൃഭാവം, നമ്മുടെ ഐ എന്ന് പറയുന്ന ഐഡൻറ്റിഫിക്കേഷൻ, അതാണ് പുനർജനിക്കുന്നതെന്നാണ് രമണ മഹർഷി പറയാറുള്ളത്. അതോടൊപ്പം തന്നെ രമണ മഹർഷി പറയാറുണ്ട്, നമ്മുടെ ഈ ജീവിതം തന്നെ ഒരു ചിന്തയാണ്, ഒരു ഇലൂഷനാണ്, ഒരു മായയാണ്. അപ്പോൾ പിന്നെ അടുത്ത ജന്മത്തെപ്പറ്റി അല്ലെങ്കിൽ കഴിഞ്ഞ ജന്മത്തെപ്പറ്റി നമ്മൾ എന്തിനാണ് ചിന്തിക്കുന്നത്? അതൊരു മായയല്ലേ? സോ ബേസിക്കലി ഇതെല്ലാം ഒരു സ്വപ്നം മാത്രമാണ്. അപ്പോൾ മുജ്ജന്മം ഉണ്ടോ, അടുത്ത ജന്മം ഉണ്ടോ എന്ന് അറിയുന്നതിൻ്റെ ആവശ്യകത എന്താണെന്ന് രമണ മഹർഷി എപ്പോഴും ചോദിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഒരിക്കലും മുജ്ജന്മത്തെ പറ്റിയോ ഇനി വരാനിരിക്കുന്ന ജന്മത്തെ പറ്റിയോ ഒന്നും പറഞ്ഞിട്ടില്ല. അദ്ദേഹത്തിൻ്റെ മുജ്ജന്മത്തെ പറ്റി അദ്ദേഹം പറഞ്ഞിട്ടില്ല. അദ്ദേഹം പറയുന്നത്, നിങ്ങളിപ്പോൾ ഉണ്ടെന്ന് നിങ്ങൾക്കറിയാമോ? ഉണ്ടെന്നറിയാമെങ്കിൽ ആ അറിവ് ആർക്കാണുള്ളത് എന്ന് തിരിച്ചറിയുക എന്ന് മാത്രമായിരുന്നു അദ്ദേഹത്തിൻ്റെ ഉപദേശം. രമണ മഹർഷിയുടെ മുഴുവൻ ടീച്ചിങ്ങും ആ ഒരൊറ്റ വാക്കിലുണ്ട്, ഞാനെന്ന് പറയുന്ന ഈ വാക്കിലുണ്ട്. ഇനി നമുക്കല്ലാതെ നോക്കാം. അപ്പം ഞാൻ ഈ പ്രൊഫസർ ജോർജ് വി മാത്യു സാറുമായിട്ട് സംസാരിച്ചപ്പോഴൊക്കെ അദ്ദേഹം പറഞ്ഞൊരറിവ് എനിക്കുള്ളത്, ഈ പലപ്പോഴും നമ്മുടെ മുജ്ജന്മമായിട്ട് നമ്മളെ മനസ്സിലാക്കുന്നത് നമ്മളിവിടെ ജീവിച്ചപ്പോൾ നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്യുന്ന വൈബ്രേഷൻസ്, തോട്ട്സ്, നേരത്തെ പിന്നെ കോൺഷ്യസ്നസ് ഒരു പരന്ന് കിടക്കുന്ന ഒരു ഇൻഫിനിറ്റിയാണ്. നമ്മുടെ തലച്ചോറ് ഒരു ആൻറ്റിന പോലെ ആ കോൺഷ്യസ്നസ്സിൽ നിന്ന് ചില ഘടകങ്ങൾ വലിച്ചെടുത്ത് നമുക്ക് ചില അറിവുകൾ തരെയാണ്. ചിലപ്പോൾ നമ്മൾ മുൻ ജന്മത്തിൽ ജീവിച്ചിരുന്ന ചില ആൾക്കാരുടെ, അല്ലെങ്കിൽ നമ്മൾ ജീവിച്ചിരുന്ന അതേ കാലഘട്ടത്തിൽ തന്നെ ജീവിച്ചിരിക്കുന്ന ചില ആൾക്കാരുടെ മെമ്മറികൾ നമ്മൾ അബ്സോർവ് ചെയ്തെടുക്കും. അവരുടെ ഓർമ്മകൾ നമ്മുടെ തലച്ചോറിലേക്ക് വരും. അപ്പം നമ്മുടെ മുൻജന്മമാണ് നമ്മൾ പൊതുവെ തെറ്റിദ്ധരിക്കുകയാണ് ചെയ്യുന്നത്. ശരിക്കും നമ്മുടെ മുൻജന്മം അല്ല അത്. പക്ഷെ നമ്മൾ ആ ഓർമ്മകൾ, നല്ല ക്രിസ്റ്റൽ ക്ലിയറായ ഓർമ്മ നമ്മുടെ ഉള്ളിൽ വരുമ്പോൾ നമ്മൾ വിചാരിക്കുക നമ്മുടെ മുൻജന്മമാണെന്ന്. അതിലൊരു കോംപ്ലിക്കേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്കൊരാളുടെ മെമ്മറി ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് നിങ്ങളുടെ മനസ്സിലേക്ക് വരുമ്പോൾ ചിലപ്പം ഈ ആരുടെ മെമ്മറിയാണോ നിങ്ങൾക്ക് കിട്ടുന്നത്, ആ വ്യക്തി മരിച്ചിട്ട് പോലും ഉണ്ടാവില്ല. ആ വ്യക്തി അപ്പോഴും ജീവിച്ചിരിക്കുകയായിരിക്കും. അങ്ങനത്തെ വളരെ ഇതൊരു വാസ്റ്റ് സബ്ജക്റ്റായിട്ട് കിടക്കുന്ന അതുകൊണ്ടാണ് ഇങ്ങനെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പല സിനാരിയോസ് സംഭവിക്കാറുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നത് ഈ ചിന്ത, ഈ ബോധം എന്ന് പറയുന്നതാണ് ബേസിക്കായിട്ട് ഔട്ട്ലൈൻ ചെയ്ത് കിടക്കുന്നത്. അത് എല്ലാത്തിലൂടെയും കടന്നു പോകുന്നതാണ്. ഈ ചിന്തകൾ, ഓർമ്മകൾ, ഇതെല്ലാം സംഭവിക്കുന്നത് ഈ ബോധത്തിലാണ്. അപ്പോൾ ഇത് ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി എന്നൊക്കെ ഇരിക്കാം. ചിലപ്പോൾ ഒരാളുടെ ഓർമ്മ വേറൊരാൾക്ക് കിട്ടിയെന്നിരിക്കാം. ചിലപ്പോൾ അത് ജീവിച്ചിരിക്കുന്ന ആളുടെ ആയിരിക്കും, ചിലപ്പോൾ 1000 വർഷം മുമ്പ് ജീവിച്ച ആളുടെ ആയിരിക്കാം. പക്ഷെ നമ്മളെന്ത് വിചാരിക്കുന്നു? നമ്മൾ വിചാരിക്കുന്നു നമ്മുടെ പുനർജന്മമായിരുന്നു അല്ലെങ്കിൽ മുജ്ജന്മമായിരുന്നു അതെന്ന് നമ്മൾ വിചാരിക്കുന്നു. അത് നമ്മുടെ ഈഗോയുടെ ഐഡൻറ്റിഫിക്കേഷൻ്റെ ഭാഗമായിട്ട് സംഭവിക്കുന്നതാണ്. ഈ നമ്മുടെ മെമ്മറി നമുക്ക് വില്ലോടുകൂടി, നമുക്കിപ്പോൾ ഒരു മെമ്മറി, ഒരു ക്ലോസ്ഡ് സിസ്റ്റം ഉണ്ടെന്ന് വിചാരിക്കാം. ആ സിസ്റ്റം വളരെ ഒരു ശക്തമായ വില്ലുള്ള ഒരാൾക്ക് ഈ കാലചക്രത്തെ അൾട്ടർ ചെയ്ത് അതേപോലെ പുനർജനിക്കാൻ പറ്റുമെന്ന് പറയും. സ്വതവേ ഇത് ഈ ടിബറ്റിലെ ലാമമാർക്കും റിംപോച്ചേമാരും ഇവരൊക്കെ ചെയ്യുന്നതായിട്ടാണ് പറയുന്നത്. റിംപോച്ചയ്ക്ക് അത് എപ്പോഴും സാധിക്കുമെന്ന് പറയും. പക്ഷെ അതിലും എനിക്കൊരു സംശയം തോന്നാറുണ്ട്. കാരണം ഒരു റിംപോച്ചയെ അയാളുടെ പിൻഗാമി ഐഡൻറ്റിഫൈ ചെയ്യുന്ന അദ്ദേഹം ഒരു ഏകദേശ സ്ഥലം പറയും. അതായത് ഞാൻ ഇന്ന ഭാഗത്ത് എവിടെയെങ്കിലും ജനിക്കുമെന്ന് പറയും. പറയുമ്പോൾ നമ്മൾ കൃത്യ സ്ഥലം എന്ന് പറഞ്ഞു കൊടുത്താൽ ഒരു അഡ്രസ്സ് ഉൾപ്പെടെ അത് പറയില്ല. ഇന്ന ഭാഗത്ത് ജനിക്കുമെന്ന് പറയുന്നു. അവിടെ പോയി അവർ ആ പ്രദേശത്ത് ആ സമയത്ത് ജനിച്ച, എല്ലാ ഭാഗത്തും മനുഷ്യരുള്ളിടത്ത് കുഞ്ഞുങ്ങളൊക്കെ ജനിക്കാറുണ്ട്. സോ ആ ഭാഗത്ത് മനുഷ്യരുള്ള സ്ഥലത്ത് കുഞ്ഞുങ്ങൾ ഒരുപാട് പേര് ജനിക്കുന്നു. അവരെല്ലാം പോയി ഐഡൻറ്റിഫൈ ചെയ്യുന്നു. അവർക്ക് എല്ലാവരുടെയും മുമ്പിലെ റിംപോച്ച മുമ്പ് ഉപയോഗിച്ച ചില വസ്തുക്കളൊക്കെ വയ്ക്കുന്നു. ഈ മുമ്പ് ഉപയോഗിച്ച വസ്തുക്കളും കൂടാതെ അല്ലാത്ത വസ്തുക്കളും വയ്ക്കുന്നു. ഈ മുമ്പ് ഉപയോഗിച്ച വസ്തുക്കൾ ആരാണോ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് അയാളാണ് റിംപോച്ചയുടെ പുനർജന്മമായിട്ട് പൊതുവേ കണക്കാക്കുന്നത്. എന്നിട്ട് ഈ കുട്ടിയുടെ അടുത്ത് ഇതൊക്കെയാണ് നിങ്ങളുടെ പുനർജന്മം, ഇങ്ങനെയായിരുന്നു അങ്ങനെയായിരുന്നു എന്നൊക്കെ പറയും.
നോക്കൂ, ചിലപ്പോൾ ആ കുട്ടിക്ക് പഴയ റിംബോച്ചയുടെ മെമ്മറി പോലും ആക്സസ് ചെയ്യാൻ സാധിച്ചെന്നിരിക്കാം ഈ ഒരു സിസ്റ്റത്തിൻ്റെ ഒരു പവർ കാരണം. പക്ഷെ അതുകൊണ്ട് ആ കുട്ടി ആ റിംബോച്ചയുടെ യഥാർത്ഥ പുനർജന്മമാണെന്ന് എനിക്ക് സംശയമുണ്ട്. ഞാനങ്ങനെ വിശ്വസിക്കുന്നില്ല. അത് എന്തോ ഒരു തരത്തിൽ ഒരു തരം അടിച്ചേൽപ്പിക്കൽ പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. എനിക്ക് പലപ്പോഴും അത്തരം കുട്ടികളോട് ഭയങ്കര ഒരു വിഷമം തോന്നാറുണ്ട്. ഈ 7 ഇയേഴ്സ് ഇൻ ടിബറ്റ് എന്ന് പറയുന്ന ഒരു സിനിമയുണ്ട് ബ്രാഡ് പിറ്റ് അഭിനയിച്ച. വളരെ ലെങ്ത് ഉള്ള ഒരു സിനിമയാണ്. എനിക്ക് ആ സിനിമ ഒരു 4-5 മണിക്കൂറുള്ള ഒരു സിനിമയാണ്. ടിബറ്റിലൂടെ യാത്ര ചെയ്യേണ്ടി വരുന്ന ഒരു അമേരിക്കക്കാരൻ, അയാൾ അവിടെ വെച്ചൊരു ലാമേര കുട്ടിക്കാലത്തിലുള്ള കുട്ടിയായിട്ടിരിക്കുന്ന ഐഡന്റിഫൈ ചെയ്ത് പുനർജന്മമാണെന്ന് കണ്ടെത്തി ഇനി അടുത്ത ആ നാടിനെ നയിക്കുന്ന ലാമയായിട്ട് വളരാൻ വേണ്ടിയുള്ള ഒരു ട്രെയിനിങ് ഒക്കെ നേരിട്ട് കൊണ്ടിരിക്കുന്ന ഒരു കുട്ടിയുടെ അടുത്ത് എത്തിപ്പെടാണ്. ആ കുട്ടിയെ വളരെ ഒബ്സർവ് ചെയ്യുന്ന ഒരു പടമാണ്. അതായത് ആ കുട്ടിയുടെ ലൈഫിന് നമ്മുടെ നായകനായ ബ്രാഡ് പിറ്റ് നോക്കുന്ന ഒരു സിനിമയാണത്. ഈ ബ്രാഡ് പിറ്റിന് ആ ഒരു കണ്ണിലൂടെ എനിക്ക് അതിനെ കാണാൻ സാധിച്ചിട്ടുണ്ട്. കാരണം ആ കുട്ടി കളിക്കുകയാണ്, സിനിമ കാണുമ്പോൾ അമ്പരക്കുകയാണ്. കാരണം മുമ്പ് ഒരു 100 വർഷം ജീവിച്ച കുട്ടിയാണിതെന്ന് നമുക്ക് തോന്നത്തേയില്ല. കാരണം ഒരു കുട്ടിയുടെ സ്വതവേയുള്ള എല്ലാ നേച്ചറും ആ കുട്ടിയിലുണ്ട്. ഇത് സിനിമ. ഇനി ജീവിതത്തിലോട്ട് വരാം. ഞാനൊരു ഡോക്യുമെൻ്ററി കണ്ടിട്ടുണ്ട് ഇതുപോലൊരു കുട്ടിയെ പറ്റി. അപ്പോൾ അത് ഒരു റിംബോച്ചയാണ്. ഇതുപോലെ മുൻജന്മത്തിൽ ജീവിച്ചിരുന്ന ഒരു റിംബോച്ചയാണെന്ന് ആ ഒരു ലീനിയേജ് ഐഡൻറ്റിഫൈ ചെയ്ത് കൊണ്ടുവന്ന് അവർ അടുത്ത റിംബോച്ച ആവാൻ വേണ്ടി ട്രെയിൻ ചെയ്ത് കൊണ്ടുവരുന്നൊരു കുട്ടിയാണത്. അപ്പോൾ ആ കുട്ടി അത് വിശ്വസിക്കുന്നു. ചിലപ്പോൾ അതായിരിക്കും, എനിക്കറിയില്ല. ആ കുട്ടി അത് വിശ്വസിക്കുന്നു. ആ കുട്ടി പറയുന്നു ഞാൻ ഇന്ന സ്ഥലത്ത് ജീവിച്ചിരുന്നതാണ്, എനിക്കത് ഓർമ്മയുണ്ടെന്ന് ആ കുട്ടി അവകാശപ്പെടുകയാണ്. 5 വയസ്സെന്തേ ഉള്ളൂ ആ കുട്ടിക്ക്. അപ്പോൾ ആ കുട്ടി 5-6 വയസ്സ് വരും. ആ കുട്ടി സ്കൂളിൽ പോകുന്നുണ്ട്, പഠിക്കുന്നുണ്ട്. ഞാൻ ആലോചിച്ചു, ഈ കുട്ടി മുമ്പ് അവിടെ ജീവിച്ചിരുന്നതാണെങ്കിൽ അവിടുത്തെ ഭാഷയും ഇതൊക്കെ ഈ കുട്ടിക്ക് ഓൾറെഡി കാണാതെ അറിഞ്ഞിരിക്കണ്ടേ. അതൊക്കെ എങ്ങനെയാണ് മറന്നു പോകുന്നത്? മേ ബി അതിനൊരു ടെക്നിക്കൽ എക്സ്പ്ലനേഷൻ ഉണ്ടായിരിക്കാം. അത് പോട്ടെ. ഈ കുട്ടി വീണ്ടും ഇവിടെ റിംബോച്ചയായിട്ട് ജനിച്ചതിന് ശേഷം സ്കൂളിൽ പോകുന്നു, പഠിക്കുന്നു. അപ്പോൾ ഈ കുട്ടിയോട് ചോദിക്കുമ്പോൾ കുട്ടി പറഞ്ഞു, ഞാൻ റിംബോച്ചയാണെങ്കിൽ എനിക്ക് ഒരുപാട് പേടികളൊക്കെ ഉണ്ടെന്ന്. അതായത് ഞാൻ കുട്ടികളുടെ കൂടെ കളിക്കുമ്പോൾ എനിക്ക് പൊക്കം കുറവാണെന്നല്ലോ എന്ന് ഓർത്ത് എനിക്ക് നാണക്കേട് തോന്നാറുണ്ടെന്ന്. അതുപോലെ തന്നെ അവിടെ വേറൊരു വിഷ്വലിലും കാണിക്കുന്നുണ്ട്, ഈ കുട്ടിയുടെ സുഹൃത്തുക്കൾ പടക്കം പൊട്ടിച്ച് കളിക്കുകയാണ്. കുഞ്ഞു പടക്കം, ഇത്ര ഉള്ളവരുടെ ഓലപ്പടക്കം പോലത്തെ പടക്കം ഇങ്ങനെ പൊട്ടിക്കുകയാണ്. കുറ്റിപ്പടക്കം അതാണ് പൊട്ടിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ട് ഈ കുട്ടി പേടിച്ചോടി ദൂരെ ഒരു പാറയുടെ ബാക്കിൽ ഇപ്പോൾ ഇങ്ങനെ ഒളിച്ചിരിക്കുകയാണ്. ഇങ്ങനെ തല മാത്രം വെളിയിൽ കാണാം. ഒരു നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു കുട്ടിയാണ്. അതൊരു കാഴ്ച ഒരു ക്യൂട്ട് കാഴ്ചയാണ്. പക്ഷെ അത് കണ്ടപ്പോൾ എൻ്റെ ഉള്ളിൽ ഭയങ്കരമായൊരു വിഷമമാണ് ഉണ്ടായത്. ഞാൻ ആലോചിക്കുകയാണ്, ഈ കുട്ടിയെ അവരെന്താണ് ചെയ്യുന്നത്? വളരെ പ്യുവറായിട്ടുള്ള, സത്യം പറഞ്ഞാൽ ശുദ്ധബോധത്തിനോട് അടുത്ത് നിൽക്കുന്നവരാണ് കുട്ടികൾ. അത്രയും പ്യുവറായിട്ടുള്ളൊരു കുട്ടിയെ കൊണ്ടുവന്ന് അവരിങ്ങനെ കണ്ടീഷൻ ചെയ്തെടുക്കുകയാണ്. ഈ ഒരു മതത്തിൻ്റെ ആചാരങ്ങൾ പഠിപ്പിച്ച്, റിച്വൽസ് പഠിപ്പിച്ച്, ഇങ്ങനെ ഓരോരോ ഇത് രാവിലെ ഇത്ര മണിക്ക് എണീക്കണം, ഇത്ര മണിക്ക് മെഡിറ്റേഷൻ ചെയ്യണം, ഇന്ന സമയത്ത് നമ്മൾ ദർശനം കൊടുക്കണം, ദർശനം കൊടുക്കുമ്പോൾ ഇന്ന ഇന്ന മന്ത്രങ്ങൾ ഉരുവിടണം, ഇതുപോലത്തെ മറ്റേ കാലചക്രം വരയ്ക്കണം. അയ്യോ, മണ്ടയിലകൾ വരയ്ക്കുന്നതിനെ പറ്റിയൊക്കെ പറയും. അപ്പം ഞാൻ ആലോചിക്കണം, ഈ കുട്ടി എന്താണ് ഇവർ ചെയ്യുന്നത്? സ്വസ്ഥമായൊരു കുട്ടിക്കാലം ആസ്വദിക്കേണ്ട ഒരു കുട്ടിയെ അവൻ ഓൾറെഡി ആവശ്യത്തിൽ കൂടുതൽ അനാവശ്യ കാര്യങ്ങൾ നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം പ്രകാരം പഠിക്കുന്നുണ്ട്. അതിന് പുറമേ ഇനിയും ഒരുപാട് കാര്യങ്ങൾ ആ തലയിൽ അടിച്ചേൽപ്പിക്കേണ്ട ആവശ്യമുണ്ടോ? ശരിക്കും പറഞ്ഞാൽ അറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ ഒരിക്കലും നമ്മൾ ഇതെല്ലാം ഉപേക്ഷിച്ച് കളയേണ്ടി വരും. ഈ ജീവിതത്തിൻ്റെ ഈ ഒരു ശരീരത്തിൻ്റെ കെട്ടുപാടിൽ നിന്ന് മോക്ഷത്തിലേക്കാണ് പോകേണ്ടത്. ആ മോക്ഷത്തിൽ എത്തിപ്പെടാത്ത ആൾക്കാരാണോ ഈ പുനർജനിക്കുന്നതിൽ അതിൻ്റെ ആവശ്യകത എന്താണെന്ന് ഞാൻ ആലോചിക്കുന്നുണ്ട്. കാരണം ഈ ഇലൂഷനിൽ ഇങ്ങനെ നിൽക്കേണ്ട ആവശ്യമുണ്ടോ മനുഷ്യന്? നമുക്ക് ഇത് പറഞ്ഞത് കൊണ്ട് ഇങ്ങനെ ഒരിക്കലും സംഭവിച്ചിട്ടില്ല എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ചിലപ്പോൾ പുനർജന്മം സംഭവിച്ചിട്ടുണ്ടായിരിക്കും. പക്ഷേ ഇവിടെ സ്വതവേ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് പുനർജന്മമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നില്ല. കാരണം അതിൻ്റെ വീഡിയോഗ്രാഫിയും മറ്റുമൊക്കെ കാണുമ്പോൾ നേരെ ഓപ്പോസിറ്റ് അനുഭവമാണ് എനിക്കുണ്ടാകുന്നത്. ഇതുപോലെ തന്നെ വേറൊരു അനുഭവം പറയാം. മുമ്പ് ഞാൻ ഇതുപോലെ തന്നെ വായിച്ചിട്ടുള്ളൊരു കാര്യമാണ്. ഒരു റിംബോച്ചെ ഇതുപോലെ മരിക്കുന്നു. അദ്ദേഹം മരിക്കുന്നതിന് അന്ന് ആരോടും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല മരിക്കാൻ പോവുകയാണെന്ന്. അദ്ദേഹം ഒരു ആക്സിഡൻറ്റിലാണ് മരിക്കുന്നത്, കാർ യാത്രയിൽ. അദ്ദേഹം അതിന് മുമ്പ് അതിനുള്ള ലക്ഷണങ്ങൾ കാണിച്ചു എന്ന് അതിലെ കൂടെ ഉണ്ടായിരുന്നവർ അവകാശപ്പെടുന്നു. അദ്ദേഹം പക്ഷെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഞാൻ ദിവസം മരിക്കാൻ പോവുകയാണെന്ന്. അദ്ദേഹം മരിച്ചു. ഒരു 2-3 വർഷം കഴിഞ്ഞു അവർ ഇതുപോലെ അദ്ദേഹത്തിൻ്റെ പുനർജന്മമായിട്ടൊരു കുട്ടിയെ ഐഡൻറ്റിഫൈ ചെയ്തു. ആ കുട്ടി വരുന്നിടത്തെല്ലാം മഴവില്ല് വരാറുണ്ട്. ആ കുട്ടി എവിടെ ഒരു പ്രസംഗത്തിന് വരുമ്പോഴും അവിടെ എല്ലാം മഴവില്ല് പ്രദർശിപ്പിക്കും. മഴവില്ലുകൾ വരുന്നു. അതൊക്കെ വീഡിയോ സഹിതം നിങ്ങൾക്ക് യൂട്യൂബിലൊക്കെ അവൈലബിൾ ആണ്. എനിക്ക് ആ കുട്ടിയുടെ പേര് ഇപ്പോൾ ഓർമ്മയില്ല. വരുന്നു. ആ കുട്ടി ഇതുപോലെ ഒരു റിംബോച്ചയായിട്ട് അവരെ ട്രെയിൻ ചെയ്തെടുക്കുന്നു. ഒരുപാട് ദർശനങ്ങൾ കൊടുക്കുന്നു. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം ചെയ്യുന്നു. പക്ഷെ പെട്ടെന്നൊരു ദിവസം ഒരു കാര്യം സംഭവിക്കും.
പെട്ടെന്ന് ഒരു ദിവസം ഈ കുട്ടി ഇതെല്ലാം വലിച്ചെറിഞ്ഞിട്ട് എനിക്കിതൊന്നും വേണ്ട, എനിക്കിവിടെ റിംപോച്ചയായിട്ട് ജീവിക്കണ്ട എന്ന് പറഞ്ഞ് ആ അടയാഭരണങ്ങളും ഇതെല്ലാം ആ ഒരു ലീനിയേജിനെ തന്നെ തള്ളിക്കളഞ്ഞിട്ട് ആ കുട്ടി ഇപ്പോൾ പോയി, കുട്ടി ഇപ്പോൾ വലുതായി, 12 വയസ്സ് 15 വയസ്സ് വരും, ഒരു സാധാരണ മനുഷ്യനായിട്ട് ജീവിക്കുകയാണ്. പിന്നെ ജോലിയൊക്കെ ചെയ്ത് ഗേൾ ഫ്രണ്ട് ഉണ്ട്, പുള്ളി എനിക്കൊന്ന് മദ്യപിക്കാറുണ്ട്, പാർട്ടി ചെയ്യാറുണ്ട്, അങ്ങനെ ജീവിക്കുകയാണ്. അപ്പം ഞാൻ ആലോചിക്കുകയാണ്, ആ കുട്ടിക്ക് എപ്പോഴാണോ ശരിക്കും തിരിച്ചറിവ് ഉണ്ടായത്, ലൈക്ക് ഇവരെന്നെ ട്രെയിൻ ചെയ്തത് കൊണ്ടാണ് ഞാനും അതാണെന്ന് ഞാൻ വിചാരിച്ചത്, ശരിക്കും ഞാൻ അതല്ലായിരുന്നു. അല്ലെങ്കിൽ ഒരു ഒരു കാലഘട്ടത്തിൽ ഒരാളുടെ മെമ്മറി നമ്മുടെ ഉള്ളിലേക്ക് വന്നു പോയതാണ്. നോക്കൂ, നിങ്ങൾ ഈ പുനർജന്മം അല്ലെങ്കിൽ ഈ മുൻജന്മം ഓർക്കുന്ന ആൾക്കാരെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, നമ്മൾ വളരെ സെൻസിറ്റീവ് ആയിരിക്കുന്ന ഒരു പ്രായത്തിൽ, അതായത് ഒരു 3 മുതൽ 8 വയസ്സ് പ്രായത്തിനിടയിലാണ് പലരും ഈ പഴയ കാര്യങ്ങളെപ്പറ്റി പറയുന്നത്, ശരിക്കും മുൻജന്മം പറയുന്ന ആളുകൾ. അത് നമ്മൾ വളരെ സെൻസിറ്റീവ് ആയിരിക്കുമ്പോൾ മറ്റുള്ളവരുടെ മെമ്മറി, അല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തിൽ തളം കെട്ടിരിക്കുന്ന മുമ്പ് ജീവിച്ച ആൾക്കാരുടെ മെമ്മറി ഇങ്ങനെ ഒരു വൈബ്രേഷനായിട്ട് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ആ വൈബ്രേഷനിലോട്ട് നമുക്ക് ട്യൂൺ ചെയ്യാൻ കഴിയുന്ന എബിലിറ്റി കൂടി നിൽക്കുന്നത് കൊണ്ടായിരിക്കും അത് സംഭവിക്കുന്നതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ആ ട്യൂണിങ്ങിൻ്റെ പവർ പോകുമ്പോൾ നമുക്കൊരു യാഥാർത്ഥ്യത ഉണ്ടാവും. അപ്പോൾ അത് റിയാലിറ്റി ആയിരുന്നില്ല, അതും ഒരു മെമ്മറി, അതൊരു ഓർമ്മ, ഒരു ചിന്ത മാത്രമാണെന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാകുമ്പോൾ എന്തിനാണ് ഇതൊക്കെ നമുക്ക് തോന്നാം. ചിലപ്പോൾ ഞാൻ ഈ രണ്ടാമത്തെ കേസിൽ പറഞ്ഞ റിംപോച്ചയ്ക്ക് സംഭവിച്ചത് അത് തന്നെ ആയിരിക്കും. അയാൾ ഇന്ന് മതവുമായിട്ട് യാതൊരു ബന്ധവും അയാൾക്കില്ല, മതത്തിൻ്റെ ഒരു കാര്യത്തിലും അയാൾ തയ്യാറല്ല. അതും ഇനി ശരിക്കും അയാൾ റിംപോച്ചയായിട്ട് റിംപോച്ച വിചാരിച്ചോ ഇനി മുതൽ ലീനിയേജ് ഇതൊന്നും വേണ്ട, ഞാൻ ഇങ്ങനെ അടിച്ചു പൊളിച്ചൊരു സാധാരണക്കാരനെ പോലെ ജീവിക്കാമെന്ന് അയാൾ വിചാരിച്ചു. അങ്ങനെ വിചാരിച്ചെങ്കിൽ എന്താണ് അതിൻ്റെ പർപ്പസ്? നോക്കൂ, സെൽഫ് ഇല്ലാതായി കഴിഞ്ഞു കഴിഞ്ഞാൽ, സെൽഫ് ഐഡൻറ്റിറ്റി ഉള്ളത് കൊണ്ട്, നമ്മുടെ ഉള്ളിൽ ഈഗോ ഉള്ളത് കൊണ്ടാണ് നമ്മളെല്ലാവരും വേർപെട്ട് നിൽക്കുന്ന മനുഷ്യരായി നിൽക്കുന്നത്. അല്ലെങ്കിൽ നമ്മളെല്ലാവരും ഒരേ ഒരു സിസ്റ്റത്തിനകത്തപ്പെട്ട, ഒരേ ഫീൽഡിൽ എക്സിസ്റ്റ് ചെയ്യുന്ന, ഒരേ മനസ്സും ഒരേ ജീവനുമാണ്. അത് തിരിച്ചറിഞ്ഞൊരു വ്യക്തിക്ക് ഇതുപോലെ വീണ്ടും വീണ്ടും ജനറേഷനോളം ജനിച്ച് ഈ ഒരു റിച്വൽസും ഈ ഒരു ലീനിയേജും ഈ ഒരു സത്യം പറഞ്ഞാൽ ഒരു റിലീജിയസ് സിസ്റ്റം ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി കഷ്ടപ്പെടേണ്ട ആവശ്യമുണ്ടോ? അങ്ങനെയാണെങ്കിൽ ആദ്യം പുനർജനിക്കേണ്ടത് ബുദ്ധനായിരുന്നില്ലേ? എന്താ ബുദ്ധൻ പുനർജനിച്ചില്ല? കാരണം സ്വാഭാവികതയോടുകൂടി ജീവിച്ച് ആ ഒരു ശരീരം, നമ്മൾ ആ ഒരു യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞതിന് ശേഷവും ശരീരം ആ സിസ്റ്റത്തിലൂടെ കടന്നുപോയി, ശരീരം അതിൻ്റെ കാലം വെടിഞ്ഞു പോകുന്ന ഒരു കാര്യത്തെ പറ്റിയാണ് യാഥാസ്ഥിതികതയായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ബുദ്ധൻ ജീവിച്ച സമയത്ത് വളരെ അവെയറായി, വളരെ ബോധത്തോടു കൂടി ആ ഒരു ജീവിച്ച് ശരീരത്തിൻ്റെ കർമ്മം കഴിഞ്ഞപ്പോൾ ആ ശരീരം ഉപേക്ഷിച്ച് അദ്ദേഹം ആ ഒരു ശുദ്ധബോധത്തിൽ അലിഞ്ഞു ചേർന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ പക്ഷെ അദ്ദേഹം അന്ന് ക്രിയേറ്റ് ചെയ്ത വൈബ്രേഷൻ ചിലപ്പോൾ നമുക്ക് ഇന്ന് ഫീൽ ചെയ്യാൻ കഴിഞ്ഞിരിക്കാം, ചിലപ്പോൾ അദ്ദേഹത്തിൻ്റെ മെമ്മറി പോലും നമുക്ക് അക്സസ് ചെയ്യാൻ കഴിഞ്ഞെന്നിരിക്കാം. അല്ലാതെ അദ്ദേഹം വീണ്ടും പുനർജനിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. വേണമെങ്കിൽ അദ്ദേഹത്തെ നമുക്ക് ചിരഞ്ജീവിയായിട്ട് കാണാം, കാരണം അദ്ദേഹം ശുദ്ധബോധമായി മാറിയെങ്കിൽ ഇപ്പോഴും അദ്ദേഹം ശുദ്ധബോധമായിട്ടിരിക്കുകയാണ്. പല റിംപോച്ചകളും പിന്നീട് ഈ പുനർജനിക്കുന്ന എന്തിനാണെന്ന് എനിക്ക് വളരെ കൺഫ്യൂഷൻ തോന്നാറുണ്ട്. ഇനി നമുക്ക് വേറൊരു പോസിബിലിറ്റി കൺസിഡർ ചെയ്യാം. അതായത് അവർക്ക് ആ ഒരു ജന്മത്തിൽ ശുദ്ധബോധം ആക്സസ് ചെയ്യാൻ സാധിച്ചില്ല, അതുകൊണ്ട് അടുത്ത ജന്മത്തിൽ അവർ ശുദ്ധബോധം ആക്സസ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. ഓക്കെ, അണ്ടർസ്റ്റാൻഡബിൾ ആണ്. നോക്കൂ, അപ്പോഴും നമ്മുടെ ഈ ഞാനെന്ന് പറയുന്ന ഭാവമാണ് ഈ പുനർജനിക്കുന്നത്, നമ്മുടെ ഓർമ്മകളല്ല പുനർജനിക്കുന്നത്. ഓർമ്മകൾക്ക് പുനർജനിക്കാനാവില്ല. ഓർമ്മകൾ എപ്പോഴും അവിടെ നിങ്ങളെ ഒരു ചിന്ത നിങ്ങളുടെ മനസ്സിലൂടെ എപ്പോഴെങ്കിലും ഈ കോൺഷ്യസ്നെസ്സിലൂടെ പോയിട്ടുണ്ടെങ്കിൽ അത് ആ കോൺഷ്യസ്നെസ്സിൽ എല്ലാ കാലത്തും നിലനിൽക്കും, എല്ലാ സമയത്തും നിലനിൽക്കും. സോ അത് അക്സസ് ചെയ്യാൻ പറ്റുമായിരിക്കാം. പക്ഷേ നിങ്ങൾക്ക് ആ ഞാനെന്ന് പറയുന്ന ഈഗോയെ ഡിസോൾവ് ചെയ്യാൻ വീണ്ടും ഒരു സ്ഥലത്ത് നമ്മൾ വീണ്ടും ജനിച്ച് നമ്മളിതുപോലെ ആളുകളെ കൊണ്ടുവന്ന് നമ്മൾ ആ പുനർജന്മം ഐഡൻറ്റിഫൈ ചെയ്ത് നമ്മളെ കൊണ്ടുപോയി ഒരു മഠത്തിലിരുത്തി മഠാധിപതിയാക്കി മാറ്റി അങ്ങനെ ഒരു വലിയ മനുഷ്യനായിട്ട് ട്രീറ്റ് ചെയ്ത് ഈ രാജാവിൻ്റെ ട്രീറ്റ്മെൻറ്റ് തന്നെ ഫോളോ അപ്പ് ചെയ്യണമെന്നൊന്നുമില്ല. അത് ഫോളോ അപ്പ് ചെയ്താൽ മാത്രമേ നമുക്ക് ആ ഒരു ശുദ്ധബോധത്തിൽ അലിഞ്ഞു ചേരാൻ സാധിക്കൂ എന്നൊന്നുമില്ല. സ്വാഭാവികതയോടുകൂടി ജീവിക്കുക എന്ന് പറയുന്നതാണ് ഏറ്റവും വലുത്. അതിന് നമ്മൾ ഒന്നിനോടും അറ്റാച്ച്മെൻറ്റോ ഐഡൻറ്റിഫിക്കേഷനോ പാടില്ല. നമ്മുടെ ലീനിയേജ് എന്ന് പറയുന്ന സംഭവത്തിനോട് പോലും നമുക്കൊരു ഐഡൻറ്റിഫിക്കേഷൻ ഉണ്ടാകാൻ പാടില്ല. നമ്മുടെ മതത്തിനോട് നമുക്ക് ഐഡൻറ്റിഫിക്കേഷൻ ഉണ്ടാകാൻ പാടില്ല. നമ്മുടെ ചുറ്റുപാടുകളോട് നമുക്ക് ഐഡൻറ്റിഫിക്കേഷൻ ഉണ്ടാകാൻ പാടില്ല. നമ്മുടെ ശരീരത്തോട് നമുക്ക് ഐഡൻറ്റിഫിക്കേഷൻ ഉണ്ടാകാൻ പാടില്ല. അപ്പോഴാണ് യാഥാർത്ഥ്യത്തെ നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ ഇത്രയും പറഞ്ഞതുകൊണ്ട് ടിബറ്റുകാരെ പറ്റി വേറെ കാര്യമായി, ടിബറ്റൻ ബുദ്ധിസവും അല്ലാതെ വരുന്ന ഒരു ഈസ്റ്റേൺ ബുദ്ധിസത്തിൽ തന്നെ ഞാൻ പൊതുവെ കണ്ടിട്ടുള്ളൊരു കാര്യമാണ്, ഇവർ കുഞ്ഞിലേ മുതലേ ഇത്തരം ട്രെയിനിങ്ങുകളും ഇത്തരം ഇൻറ്റൻസ് ആയിട്ടുള്ള മെഡിറ്റേഷൻ പ്രാക്ടീസിലൂടെ കടന്നു പോകും. മണിക്കൂറുകളോളം മന്ത്രോച്ചാരണം, പിന്നെ ഒരു ഫോണൊന്നും അധികം യൂസ് ചെയ്യാതെ തന്നെ വിഷ്വലൈസേഷൻ, മറ്റ് പല ഫോക്കസിങ് മെത്തേഡ്സൊക്കെ ഒരുപാട് അവർ ചെയ്യുന്നുണ്ട്.
പലരും രാവിലെ 4 മണിക്ക് അല്ലെങ്കിൽ ഒരു 3 മണിക്ക് എണീറ്റ് 4 മണി മുതൽ വൈകുന്നേരം 8 മണിക്ക് അവർ ഉറങ്ങുന്നവരെയും മെഡിറ്റേഷനിലാണ്. ഫോഴ്സ്ഫുൾ മെഡിറ്റേഷൻ അല്ലെങ്കിൽ ഒരു കൺസെപ്റ്റുവൽ അല്ലെങ്കിൽ എന്താ പറയുക, ഒരു ഫോർമൽ മെഡിറ്റേഷനാണ് അവരെപ്പോഴും ചെയ്യുന്നത്. സ്വാഭാവികമായ മെഡിറ്റേഷൻ ചെയ്യുന്നവർ കുറവാണ്. പക്ഷെ എന്നിരുന്നാൽ പോലും ഈ ഒരു ഇൻറ്റൻസ് ആയിട്ട് ചെയ്യുന്ന പ്രാക്ടീസ് അവിടെ ചില വൈബ്രേഷൻസ് ക്രിയേറ്റ് ചെയ്യും. അത് ചില സ്പിരിച്വൽ എക്സ്പീരിയൻസുകളും ഉണ്ടാക്കാറുണ്ട്. അത് കാരണം തന്നെ ഒരുപാട് എന്താ പറയുക, വാസ്റ്റ് ആയിട്ടുള്ള സൈക്കിക് ഫീൽഡുകൾ ക്രിയേറ്റ് ചെയ്യപ്പെടാം, ബുദ്ധ ഫീൽഡുകൾ ക്രിയേറ്റ് ചെയ്യപ്പെടാം. അതുകൊണ്ട് ചിലപ്പോൾ ചില സൂപ്പർ നാച്ചുറൽ അല്ലെങ്കിൽ സോ കോൾഡ് സൈക്കിക് എബിലിറ്റീസ് വർക്കൗട്ട് ആയെന്നിരിക്കാം. ഇതെല്ലാം സംഭവിക്കും, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. ഇതെല്ലാം സംഭവിക്കുന്നുള്ള സത്യം തന്നെയാണ്. പക്ഷേ അവിടെ ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കുന്നവരുടെ എണ്ണം വളരെ കുറവാണ്. ഈ ബുദ്ധമതത്തിൽ തന്നെ ബുദ്ധൻ്റെ അതേ ലെവലിൽ ബോധം തിരിച്ചറിഞ്ഞതായിട്ട് പറയപ്പെടുന്ന 1-2 പേരേ ഉള്ളൂ. ഇത്രയും എന്നാൽ ഏറ്റവും കൂടുതൽ മെഡിറ്റേഷൻ ചെയ്യുന്ന ആളുകളുള്ളത് ബുദ്ധമതത്തിലാണ്, അല്ലെങ്കിൽ ടിബറ്റൻ ബുദ്ധിസത്തിലാണ്. അവർ പലരും ജനിക്കുന്ന കാലം മുതൽ മരിക്കുന്ന കാലം വരെ മെഡിറ്റേഷനിലാണ്. ഡെയിലി ഇങ്ങനെ കുത്തിയിരുന്ന് മെഡിറ്റേഷൻ ചെയ്യണം. എന്നിട്ട് എന്തേ അവർക്കാർക്കും ബോധോദയം ഉണ്ടായില്ല? അങ്ങനെയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ബോധോദയം നേടിയ ആളുകൾ ഉണ്ടാവേണ്ടത് ടിബറ്റൻ ബുദ്ധിസത്തിലല്ലേ? എന്താണ് ഉണ്ടാവാത്തത്? ഉണ്ടാവുന്നില്ല. കാരണം അതൊരു ഫിക്സഡ് ക്ലോസ്ഡ് കണ്ടീഷൻഡ് സിസ്റ്റമായി മാറിക്കഴിഞ്ഞു. അതായത് ഒരു പാറ്റേൺ ആയി മാറി, അതൊരു ജീവിത രീതിയായി മാറി, അതൊരു പാറ്റേണായി, ഒരു കണ്ടീഷനായിട്ട് മാറിപ്പോയി. ആചാരങ്ങളിലും ചെയ്യേണ്ട ആക്ടിവിറ്റീസിലും ധരിക്കേണ്ട വേഷത്തിലും ഒക്കെ അവർ ഫോക്കസ് ചെയ്ത് പോയി. അത്തരം കാര്യങ്ങളിൽ അവർ ഐഡൻറ്റിഫൈ ചെയ്ത് പോയി. അപ്പോൾ ഇതിൻ്റെ യാഥാർത്ഥ്യത്തിൽ നിന്ന് അവർ വ്യതിചലിച്ച് പോകുന്നതിൻ്റെ കാരണങ്ങളാണ് ഇതെല്ലാം. നമ്മുടെ ദലൈലാമയ്ക്ക് പോലും ഇത് സംഭവിച്ചതുപോലെ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ചിലപ്പോൾ എൻ്റെ തെറ്റിദ്ധാരണയായിരിക്കും. അപ്പോൾ ഇത്രയും സംഭവിച്ചതെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട എന്താണ്? യാഥാർത്ഥ്യം ഒരു മതത്തിലോ ഒരു ജന്മത്തിലോ ഒക്കെ കെട്ടിപ്പിണഞ്ഞ് കിടക്കുന്നതല്ല. നമ്മളിപ്പം ജീവിച്ചിരിക്കുന്നു, ഇപ്പം നമുക്ക് ബോധമുണ്ട്, നമ്മൾ ചുറ്റുപാടുകളെ കാണുന്നു, അറിയുന്നു. അപ്പം നമ്മൾ ചെയ്യേണ്ട ഇപ്പോഴത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുക. ഫ്യൂച്ചറിനെ പറ്റി നമ്മൾ ചിന്തിക്കും തോറും നമ്മൾ നമ്മുടെ യാഥാർത്ഥ്യത്തിൽ നിന്ന് അകന്നു പോവുകയാണ്. നമ്മുടെ ബോധത്തിൽ നിന്ന് നമ്മൾ കൂടുതൽ ഇമാജിനേഷൻ അല്ലെങ്കിൽ ഇലൂഷനിലോട്ട് മിക്സ്ഡായി പോവുകയാണ്. പാസ്റ്റിനെ പറ്റി ചിന്തിക്കുമ്പോൾ ഇതേ കാര്യമാണ് സംഭവിക്കുന്നത്. എനിക്ക് ഇതുപോലെ പാസ്റ്റ് ലൈഫ് ഒരു ഓർമ്മ വരാറുണ്ട്. അതായത് ഞാൻ പൊതുവേ എപ്പോഴും സ്വപ്നം കാണുകയും ചില സമയത്ത് ഉണർന്നിരിക്കുമ്പോൾ തന്നെ അനുഭവം ഉണ്ടാവുകയും ചെയ്യുന്നൊരു കാര്യമാണ് ഒരു കാട്ടിലൂടെ ഓടുന്ന ഒരു സംഭവം. ഒരു ആദിവാസിയായിട്ടുള്ള വ്യക്തി കാട്ടിലൂടെ ഓടുന്ന ഒരു സംഭവം എൻ്റെ മനസ്സിൽ എപ്പോഴും ഇങ്ങനെ വന്നു പോകാറുണ്ട്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് സംഭവിച്ചൊരു സംഭവമായിരിക്കും, ചിലപ്പോൾ എൻ്റെ ഇമാജിനേഷൻ ആയിരിക്കാം, ചിലപ്പം മറ്റാരുടെയെങ്കിലും ഒരു മെമ്മറി ഞാൻ ആക്സസ് ചെയ്യുന്നതായിരിക്കാം. അതെൻ്റെ പുനർജന്മമാണെന്നൊരു തെറ്റിദ്ധാരണയൊന്നും എനിക്കില്ല. അതെൻ്റെ പുനർജന്മമാണെന്ന് തന്നെ വിചാരിക്കുക. അതുകൊണ്ട് എന്താണ്, എനിക്കെന്താണ് ബെനിഫിറ്റ്? എന്താണ്? നിങ്ങളുടെ പുനർജന്മം അറിയാൻ നടക്കുന്ന ഒരുപാട് ആൾക്കാരാണ്. നിങ്ങളുടെ പുനർജന്മം അറിഞ്ഞതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ബെനിഫിറ്റ് ഉണ്ടാവാനാണ്? ഈ പുനർജനിച്ചു എന്ന് അവകാശപ്പെടുന്ന റിംപോച്ചയിൽ തന്നെ അദ്ദേഹം 100 വർഷം കഴിഞ്ഞ് ജീവിച്ചിട്ട് പിന്നെ മരിച്ച് വീണ്ടും പുനർജനിക്കുമ്പോൾ അക്ഷരം മുതൽ എഴുതാനും വായിക്കാനും തുടങ്ങി, മന്ത്രോച്ചാരണം തുടങ്ങി, മെഡിറ്റേഷൻ ഉൾപ്പെടെ അദ്ദേഹം ഏൽപ്പിച്ചിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാർ അദ്ദേഹത്തിന് ഒന്നേന്ന് പഠിപ്പിക്കുകയാണ്. പിന്നെ ആ 100 വർഷം ജനിച്ചിട്ട് പുനർജനിക്കുന്നതിന് എന്ത് ബെനിഫിറ്റാണ് ഉണ്ടാകുന്നത്? നമ്മൾ ഈ 100 വർഷം കഴിഞ്ഞ് ഇവിടെ പുനർജനിച്ച് കഴിയുമ്പോൾ നമ്മൾ പഠിച്ച കാര്യങ്ങളും നമുക്കുണ്ടായ നോളജും നമുക്കുണ്ടായ സ്കിൽസും എല്ലാം അതുപോലെ തന്നെ നമുക്ക് ജനിച്ച ഉടനെ ഉപയോഗിക്കാൻ സാധിക്കുമെന്നുണ്ടെങ്കിൽ പിന്നെയും ആ പുനർജന്മത്തിനൊരു വാല്യൂ ഉണ്ടെന്ന് പറയാം. ഇതിലേക്ക് നമ്മൾ എവിടെയോ എങ്ങനെയോ ജീവിച്ചിരുന്നൊരു അറിവ്, ആ ഒരു അറിവ് കൊണ്ട് നമ്മുടെ ഇലൂഷനെ കൂടുതൽ ടൈറ്റ് ചെയ്യിപ്പിക്കാൻ, നമ്മുടെ സെൽഫ് ഐഡൻറ്റിറ്റിയെ കൂടുതൽ സ്ട്രോങ് ആക്കാൻ, ഞാൻ പണ്ട് മറ്റേ രാജാവായിരുന്നു എന്ന് പറഞ്ഞ് കൂടുതൽ നമ്മുടെ ഈഗോയെ വലുതാക്കാം എന്ന് പറയുന്നതല്ലാതെ വേറെ മെച്ചമൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് നിങ്ങൾ പൊതുവെ പുനർജന്മവും അല്ലെങ്കിൽ ഇനി വരാനിരിക്കുന്ന ജന്മങ്ങളും അറിഞ്ഞ് വിഷമിക്കേണ്ടതില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. കർമ്മത്തിൽ നിന്ന് പുറത്തു വരിക, അതായത് കർമ്മം ചെയ്യാതിരിക്കുക എന്നല്ല പറയുന്നത്, നിങ്ങളുടെ കർമ്മത്തിൽ നിന്ന് പുറത്തു വരുന്നതിനെ പറ്റിയാണ് പറയുന്നത്. കർമ്മവുമായിട്ട് ഐഡന്റിഫിക്കേഷൻ ഇല്ലാതാവുന്നതിനെ പറ്റി, കർത്തൃഭാവം ഇല്ലാതാവുന്നതിനെ പറ്റിയാണ് ഞാൻ എപ്പോഴും പറയുന്നത്, ഇപ്പോഴും പറയുന്നത്. പിന്നെ ഈ പാസ്റ്റ് ലൈഫ് റിഗ്രഷൻ, ഇത്തരം കാര്യങ്ങളെ പറ്റി ഒരുപാട് കോഴ്സുകൾ, ഒരുപാട് ഹിപ്നോട്ടിസ് ചെയ്യുന്ന ആളുകൾ, ഹിപ്നോട്ടിസ്റ്റുകൾ നടത്തുന്ന പാസ്റ്റ് ലൈഫ് റിഗ്രഷൻ മറ്റേ മീറ്റിങ്ങുകൾ, സെമിനാറുകളൊക്കെ നടക്കുന്നുണ്ട്. നല്ല ഫീസ് വെച്ചാണ് പലരും ഇത് ചെയ്യുന്നത്. അത് യാഥാർത്ഥ്യമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ചിലപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്കൊരു പഴയ ഒരു മെമ്മറി ആക്സസ് ചെയ്യാൻ കഴിഞ്ഞെന്നിരിക്കാം. നിങ്ങളുടെ പാസ് ചെയ്ത് പോകുന്ന സെൽഫിൻ്റെ ഐയുടെ ഒരു ഐഡൻറ്റിഫിക്കേഷൻ കടന്നുപോയ ഒരു ജന്മത്തിലെ ചില ഓർമ്മകൾ ചിലപ്പോൾ, ഒരു മൈനർ പോസിബിലിറ്റിയാണ്, സംഭവിച്ചെന്ന് തന്നെ വയ്ക്കുക. നിങ്ങൾ മനസ്സിലാക്കേണ്ട, അതുകൊണ്ട് നിങ്ങളുടെ ഇപ്പോഴത്തെ ജീവിതം ഒരു തരത്തിലും
മനോഹരമാവുകയോ ഒരു തരത്തിൽ ഈസി ആവുകയോ ഇല്ല. നിങ്ങളുടെ ഇപ്പോഴത്തെ ജീവിതം നിങ്ങൾ ജീവിച്ചാലേ പറ്റൂ. നിങ്ങൾക്ക് എത്രത്തോളം അവയർനെസ് ഉണ്ടോ, എത്രത്തോളം നിങ്ങളുടെ കോൺഷ്യസ് ലെവൽ റൈസ് ചെയ്യുന്നോ, അത്രത്തോളം നിങ്ങൾക്ക് സമാധാനവും സന്തോഷം ഈ ജന്മത്തിലുണ്ടാവാം. അല്ലാതെ പഴയ ജന്മത്തെപ്പറ്റി അറിഞ്ഞതുകൊണ്ടോ പുതിയ ജന്മത്തെപ്പറ്റി അറിഞ്ഞതുകൊണ്ടോ പ്രത്യേകിച്ച് മെച്ചമൊന്നുമില്ല. മോസ്റ്റ് പ്രോബബ്ലി 99.9% ഈ പാസ്റ്റ് ലൈഫ് റിഗ്രഷൻ കേസുകളിൽ സംഭവിക്കുന്നത് ഒരു പഴയ ജന്മം എന്ന് അവരെ ഐഡന്റിഫൈ ചെയ്യുന്ന കാര്യങ്ങൾ അവരുടെ ഇമാജിനേഷനിൽ നിന്ന് വരുന്ന കാര്യങ്ങളാണ്. നിങ്ങൾ തന്നെ ടെസ്റ്റ് ചെയ്താൽ അറിയാം. ഈ പാസ്റ്റ് ലൈഫ് റിഗ്രഷൻ ലക്ഷക്കണക്കിന് ആൾക്കാർ ഇപ്പം തന്നെ ചെയ്തു പോയിട്ടുണ്ട്. അവരോടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ 99% ആൾക്കാരും പറയും ഞാൻ കഴിഞ്ഞ ജന്മത്തിൽ ഈ രാജാവായിരുന്നു, മറ്റേ ആളായിരുന്നു, മറിച്ച ആളായിരുന്നു. ഇവരെല്ലാം പറയുന്നത് കഴിഞ്ഞ ജന്മത്തിൽ ജീവിച്ചിരുന്ന ഏതെങ്കിലും രാജാവോ വലിയ പടയാളിയോ പ്രഭുവോ നമ്മൾ അറിയപ്പെടുന്ന വല്ല നേതാവോ ഒക്കെ ആയിട്ടായിരിക്കും അവരുടെ ഓർമ്മയിൽ വരുന്നത്. അത് മോസ്റ്റ്ലി അവർ ഇമാജിനേഷൻ കൊണ്ട് സംഭവിക്കുന്നതാണ്. കാരണം അത് ആ ഒരു ലോജിക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ ജന്മത്തിൽ ഇവിടെ ഫേമസ് ആയ ആൾക്കാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് നമുക്ക് തോന്നിപ്പോകും. അവിടെ ആരും സാധാരണക്കാരും ജീവിച്ചിരുന്നില്ലേ, അടിമകളാരും ജീവിച്ചിരുന്നില്ലേ, കഷ്ടപ്പാടുകളിൽ അനുഭവിച്ച് ജീവിച്ചവരില്ല ഉണ്ടായിരുന്നില്ലേ എന്ന് നമുക്ക് തോന്നിപ്പോകും. പിന്നെ പാസ്റ്റ് ലൈഫ് ആഗ്രഹിക്കുന്ന ആരും പാസ്റ്റ് ലൈഫിൽ മൃഗങ്ങളൊന്നും ആവാറില്ല പൊതുവെ. അത് വളരെ റെയറായിട്ട് സംഭവിക്കുന്ന ഒരു കാര്യമാണ്. എല്ലാവരും മനുഷ്യൻ തന്നെയാണ്. എന്നാൽ എല്ലാവരും മനുഷ്യനായിട്ടാണോ എല്ലാ കാലത്തും ജീവിച്ചിട്ടുള്ളത്? അല്ലെങ്കിൽ ഈ ഐ എപ്പോഴും മനുഷ്യന്റെ ശരീരത്തിലൂടെ മാത്രമേ സഞ്ചരിക്കാറുള്ളൂ? ഇപ്പോൾ നിങ്ങൾക്ക് പാസ്റ്റ് ലൈഫ് അറിയണം. ഒരു ഗുരുവിൻ്റെ അടുത്ത് നിങ്ങൾ പോയി, ആ ഗുരു നിങ്ങളോട് പറയാണ് നീ പാസ്റ്റ് ലൈഫിൽ നീ ചാണകത്തിലെ ഒരു പുഴുവായിരുന്നു എന്ന് പറഞ്ഞ്, അത് കേൾക്കുമ്പോൾ പലർക്കും വളരെ അരോചകമായിട്ട് തോന്നും. ചിലർക്ക് ഭയങ്കര ഇറിറ്റേഷൻ ഉണ്ടാകും, ചിലർക്ക് ദേഷ്യവും വരും. സോ ബേസിക്കലി എന്ന് വെച്ചാൽ പുഴു ആയിക്കൂടാന്ന് പോസിബിലിറ്റി നമുക്ക് തള്ളിക്കളയാം. പുനർജന്മം ശരിക്കും ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ പോസിബിലിറ്റി തള്ളിക്കളയാൻ സാധിക്കും? ഒരിക്കലും ഇല്ല. അപ്പോൾ ഒരു പുഴു ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. ആ പുഴുവിനും പുനർജനിച്ചാലല്ലേ പറ്റൂ, പുഴു ബോധോദയം നേടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ. സോ അത്തരം കാര്യങ്ങളെ പറ്റി നമ്മൾ കൺസേൺ ആവേണ്ട ആവശ്യമില്ല. എല്ലാവരുടെ ഉള്ളിൽ ഞാനെന്ന് പറയുന്ന ഭാവമുണ്ട്. ഒരു അമീബയുടെ ഉള്ളിൽ മുതൽ സർവ്വചരാചരങ്ങളുടെ ഉള്ളിലൂടെ അത് കടന്നു പോകുന്നുണ്ട്. അപ്പം ആ ഞാനെന്ന് പറയുന്ന ഭാവത്തിനെ ഐഡൻറ്റിഫൈ ചെയ്യുക, അതിനെ ഡിസോൾവ് ചെയ്യുക, യഥാർത്ഥ ഞാൻ എന്ന് പറയുന്നത് എന്താണെന്ന് തിരിച്ചറിയുക, അതിൽ ഫോക്കസ് ചെയ്യൂ. വെറുതെ ഈ പാസ്റ്റിലോട്ടും ഫ്യൂച്ചറിലോട്ടും ഒക്കെ ഫോക്കസ് ചെയ്ത് നിങ്ങളുടെ സമയം നഷ്ടപ്പെടുത്തിയിട്ട് കാര്യമൊന്നുമില്ല. നിങ്ങളുടെ ഇമാജിനേഷൻ അല്ലെങ്കിൽ നിങ്ങളുടെ ഇലൂഷൻ കൂടുതൽ ടൈറ്റ് ആക്കാം, കൂടുതൽ കോംപ്ലിക്കേഷനിലോട്ട് കൊണ്ടുപോകുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അല്ലാതെ നിങ്ങളുടെ ജീവിതം ഈസി ആക്കാൻ നിങ്ങളുടെ പാസ്റ്റിനോ ഫ്യൂച്ചറിനോ സാധിക്കില്ല. നിങ്ങളുടെ ജീവിതം ഈസി ആക്കാൻ ഇപ്പോൾ ഈ നിമിഷം നിങ്ങൾ എത്രത്തോളം ബോധത്തോടുകൂടി ഇരിക്കുന്നു എന്നുള്ളതിന് മാത്രമേ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ എപ്പോഴും അതിൽ ശ്രദ്ധിക്കുക. ഞാൻ നേരത്തെ ഒരു ലൈവിൽ ഒരാൾ ചോദിച്ചപ്പോൾ പറഞ്ഞിട്ടുള്ള കാര്യമാണ്, ഇപ്പം ഞാൻ വീണ്ടും പറഞ്ഞുതരാം. ഈ പാസ്റ്റ് ലൈഫ് മെനി ലൈഫ്സ് മെനി മാസ്റ്റേഴ്സ് എന്ന് പറയുന്ന ബുക്ക് എഴുതിയ അദ്ദേഹം തന്നെ പാസ്റ്റ് ലൈഫ് റിഗ്രഷൻ എങ്ങനെ ചെയ്യാമെന്നുള്ള അല്ലെങ്കിൽ ലൈവായിട്ട് ചെയ്യിക്കുന്ന ഒരു വീഡിയോ യൂട്യൂബിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്കൊരു സെമിനാറോ കോഴ്സോ അറ്റൻഡ് ചെയ്യാതെ ആ വീഡിയോയുടെ വോയിസ് കേട്ട് തന്നെ ഒരു സെൽഫ് ഹിപ്നോട്ടിക് സ്റ്റേറ്റിൽ പോയി പാസ്റ്റ് ലൈഫ് റിഗ്രഷൻ സ്വന്തമായിട്ട് ചെയ്യാൻ സാധിക്കും. നിങ്ങളുടെ വീട്ടിൽ നിങ്ങളെ കിടപ്പുമുറിയിൽ ഇരുന്നുകൊണ്ട് വേണമെങ്കിൽ ഒരു ചെയർ ഇരുന്നാലും ചെയ്യാം. നിങ്ങൾക്ക് ചെയ്തു നോക്കണമെന്നുണ്ട്, നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു ഇമാജിനേഷൻ അറിയണം, അല്ലെങ്കിൽ ശരിക്കും ഇനി ആരുടെയെങ്കിലും മെമ്മറി നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ പറ്റിയാൽ അത് ട്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ശ്രമിക്കുക, ട്രൈ ചെയ്ത് നോക്കൂ. ഓൾറെഡി നമ്മൾ ഒരു പേഴ്സണാലിറ്റിയുടെ ഐഡൻറ്റിഫിക്കേഷൻ്റെ കോംപ്ലിക്കേഷനിലാണ്. ആ ഒരു പേഴ്സണാലിറ്റി തന്നെ പലപ്പോഴും നമുക്ക് സഹിക്കാൻ പറ്റുന്നില്ല. കൂടുതൽ പേഴ്സണാലിറ്റികളുടെ ഐഡൻറ്റിഫിക്കേഷൻ തലയിലേക്ക് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നിന്നും പുറത്തു വരാൻ വലിയ ബുദ്ധിമുട്ടായിരിക്കുമെന്ന് മാത്രമല്ല, മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റികൾ നമ്മുടെ ഉള്ളിൽ വളരെ ഭീകരമായ കോൺഫ്ലിക്റ്റുകൾ സൃഷ്ടിക്കും. അത് മറക്കാതിരുന്നുകൊണ്ട് നിങ്ങൾ ട്രൈ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ട്രൈ ചെയ്യുക. താങ്ക് യു.